ഉത്തരാട ദിനത്തിൽ കുറച്ച് വിശേഷങ്ങൾ കണ്ടല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും ദോശയും പിന്നെ കുറച്ച് ചായ. അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല കൊഞ്ച് കിട്ടിയായിരുന്നു. അപ്പോൾ കൊഞ്ച് കിട്ടിയപ്പം അത് നല്ല മുളകും നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് കൂട്ട് അതിൽ തേച്ച് പിടിപ്പിച്ച് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊഞ്ചെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ കറിയെക്കാട്ടിലും തീയിലൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന കൂട്ട് പ്രോൺസ് ഫ്രൈ ചെയ്തെടുത്ത് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചത്. എന്നിട്ട് ഒരുപാടൊന്നും ഇട്ട് ഫ്രൈ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. കൊഞ്ചെന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് വേവുന്നൊരു സാധനം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സവോള അരിഞ്ഞു. സവോള ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം സവോള ഇട്ട് വേവിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഈ ബീഫ് ഫ്രൈ ഒക്കെ തിന്നുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ സവോള കടിക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് സവോള ഇട്ടത്. അപ്പോൾ അങ്ങനെ ലഞ്ച് ടൈമായി. പരിപ്പ് കറിയും ബീട്രൂട്ട് തോരനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പപ്പടവും നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈയും പിന്നെ മാങ്ങ അച്ചാർ. ഇതായിരുന്നു ഉത്തരാട സ്പെഷ്യൽ. നമ്മൾ തിരുവോണത്തിന് നോൺ വെജ് ഒന്നും വെക്കില്ല കേട്ടോ. പിന്നെ കുഞ്ഞിനെ കുറച്ച് നേരം പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് മുറ്റത്തൊക്കെ ഒന്ന് ഇറക്കി നടത്തിക്കുമായിരുന്നു. പിന്നെ സന്ധ്യയായപ്പം നമ്മൾ പൂത്തിരി വാങ്ങി അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ അമ്മുക്കുട്ടി ആദ്യമായിട്ടാണ് അമ്മുക്കുട്ടി ഇങ്ങനെ പടക്കവും പൂത്തിരി ഇതൊക്കെ കാണുന്നത്. കഴിഞ്ഞ ഓണത്തിന് അമ്മുക്കുട്ടിക്ക് 5 മാസം പ്രായമേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് അറിവ് വന്നപ്പോൾ ഉള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഇതായിരുന്നു ഉത്തരാട ദിനത്തിലെ വിശേഷങ്ങൾ. ചാനൽ ഇഷ്ടപ്പെട്ട